നന്ദനയെക്കുറിച്ച് കുറ്റബോധത്തോടെ സംസാരിക്കുന്ന സുമിത്ര. ഞാൻ പ്രസവിച്ച മക്കളെ പോലെ നന്ദനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ അവഗണിച്ചിട്ടില്ല. വിഷമിച്ചു നിൽക്കുന്ന നന്ദന. നന്ദനയെക്കുറിച്ച് സംസാരിക്കുന്ന മുത്തശ്ശി. നേരം എത്രയായിട്ടും ആ കുട്ടി ഉറങ്ങാതെ അവിടെ പോയി നിൽക്കുന്നത് കണ്ടില്ലേ? വിളിക്കണ്ടമ്മേ, അവിടെ നിന്നോട്ടെ. 1 2 അല്ല, 10-23 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് നന്ദന ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇന്ന് അവൾക്ക് ഉറക്കം വരുമോ? പ്രതിഭയുമായി സംസാരിക്കുന്ന നന്ദന. നന്ദന ഇവിടെ വിരുന്നുകാരിയല്ല, വീട്ടുകാരിയാ. അത് കോവിലകത്തെ എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണ്ടേ? ചായയുമായി പ്രതാപവർമ്മയുടെ മുന്നിൽ നന്ദന എത്തുന്നു. ചായയും കൊണ്ട് വന്നിരിക്കുന്നു. ഈ ഏരിയയിൽ കണ്ടുപോകരുത് നിന്നെ. ചായയും കൊണ്ട് നിന്നേ ഇവിടുത്തെ കുട്ടി നേതാവിന്റെയും ആ തള്ളേരും തലയെ കൊണ്ടുപോയി. പ്രതിഭയോട് സങ്കടം പറയുന്ന നന്ദന. വിദ്യാഭാരതിയുടെ മുന്നിലെത്തുന്ന നന്ദന. ഇനി തുടർന്ന് കാണുക. അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലും നന്ദനെ, അമ്മയല്ലേ? ചെല്ല്. സൂക്ഷിച്ച്. ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടം വരെ ഉദയന്നൂർ കോവിലകത്തിൻ്റെതായിരുന്നു. എന്നുവെച്ചാ നമ്മുടെ കുടുംബത്തിന്റെ വകയായിരുന്നു. ആ കുന്നിന്റെ മുകളിൽ കയറുന്ന നോക്കിയാലേ കടല് കാണായിരുന്നത്രേ. എന്തോ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റില്ല. അതെന്താ ഭാസ്കര, കടലവിടുന്ന് മാറിപ്പോയോ? അതുകൊണ്ടല്ല, കാഴ്ച മറച്ചുകൊണ്ട് സർവത്ര കെട്ടിടങ്ങൾ വന്നു. ഇപ്പൊ എവിടെ നോക്കിയാലും നിരനിരയായിട്ട് കെട്ടിടങ്ങളെ കാണാൻ കഴിയൂ. ഓ അങ്ങനെ. ആ നിൽക്കുന്നതാ കടമ്പ്. സാധാരണ ഇതാറ്റു തീരത്താ കാണാറുള്ളത്. കടമ്പ് വരെ ഒന്ന് പൂക്കണം, പൂമെത്ത വിരിച്ച പോലെയാ. നിറയെ മരങ്ങളുണ്ടായിരുന്നു മോളെ. പഴയതുപോലൊന്നും ഇപ്പൊ ഇല്ല. വസ്തുവിന്റെ ഭൂരിഭാഗവും അന്യാധീനപ്പെട്ടു പോയി. മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. കോവിലകത്തിന്റെ തെക്കുഭാഗത്ത് വലിയൊരു സർപ്പക്കാവും കുളവും ഉണ്ടായിരുന്നു. ആ കുളം ഇപ്പോഴില്ല, മണ്ണ് നിറഞ്ഞു നികന്നുപോയി. കാവിന്റെ സ്ഥാനത്ത് ഒരു പാലമരം മാത്രമുണ്ട്. ആ പാലമരത്തിൽ രക്ഷയുണ്ടായിരുന്നു കേട്ടോ, പലരും കണ്ടിട്ടുണ്ട്. ഭാസ്കരൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലേ അതും ഇതും പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കണ്ട. ഓ, എന്നാലും മോള് അറിഞ്ഞിരിക്കണമല്ലോ. ആവശ്യമുള്ളത് മാത്രം അറിഞ്ഞാ മതി. ഭാസ്കരൻ മുറ്റത്തേക്ക് ചെല്ല്. ഡ്രൈവറോട് പറ കാറൊന്ന് കഴുകിയിടാൻ. ഇവിടെ നിന്ന് വിളിച്ചു കൂവാതെ അവിടെ ചെന്ന് പറഞ്ഞാ മതി. ശരി ശരി. ശുദ്ധനാ. കോവിലകത്തെ കാര്യങ്ങൾ സ്വന്തമെന്ന് വിചാരിച്ചു നോക്കിക്കൊള്ളൂ. തട്ടിപ്പൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വിഷമാ. അല്ല, ഇവിടെ വന്നിട്ട് മോളുടെ അമ്മയെ കണ്ടോ? കണ്ടു. വിദ്യ എന്തു പറഞ്ഞു?
ഒന്നും പറഞ്ഞില്ല. മനഃപൂർവ്വ ഞാൻ നിന്നെ അവളുടെ അടുത്ത് കൊണ്ടുപോയി മോളെ പരിചയപ്പെടുത്താതിരുന്നത്. എന്താ വിദ്യയുടെ നിലപാടെന്ന് അറിയാന്ന് വിചാരിച്ചു. കല്യാണം കഴിച്ച ആളിന് നേരത്തെ അറിയായിരുന്നു എന്റെ കാര്യം. എല്ലാം അറിഞ്ഞുകൊണ്ടാ പ്രതാപവർമ്മ നിന്റെ അമ്മയെ വേളി കഴിച്ചത്. വിദ്യയുടെ നിർബന്ധമായിരുന്നു ഒക്കെ അറിയണമെന്ന്. അന്നത് കേട്ടപ്പോ വേണ്ടെന്ന് തോന്നി. അവള് ചെയ്തത് ശരിയെന്ന് ഇപ്പൊ തോന്നുന്നു. പക്ഷേ എന്നെ ഒട്ടും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എനിക്കും മനസ്സിലായി. പ്രതാപവർമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അതറിഞ്ഞ് വിദ്യ നിന്നോളൂ. മോൾ അയാളോടും ആ കുട്ടികളോടും ദേഷ്യം കാണിക്കണ്ട. ഞാനെന്തിനാ ദേഷ്യം കാണിക്കുന്നത്? അവരുടെ നോട്ടത്തില് എവിടുന്നോ വന്നു കയറിയ ഒരു അധികപ്പറ്റാ ഞാൻ. ഒരു കണക്കിന് അത് ശരിയുമല്ലേ? എന്ത് ശരി? അങ്ങനൊന്നുമല്ല. നമ്മൾ ആരോടും ഒന്നും മറച്ചു വെച്ചിട്ടോ പറ്റിച്ചിട്ടോ ഇല്ല. നിന്നെക്കുറിച്ച് വർമ്മയ്ക്കറിയായിരുന്നു. കൺമുമ്പിലില്ലായിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ മുന്നിൽ വന്നു, അത്ര തന്നെ. പ്രതാപവർമ്മയുടെ മക്കൾ, വിദ്യയുടെ മക്കൾ നിന്നെ കൂടപ്പുറപ്പായി കാണുകയും വേണം. അമ്മ സംസാരിക്കാത്തതിൽ മോൾക്ക് വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല എന്ന് മോള് പറഞ്ഞെങ്കിലും കാണാതിരിക്കില്ല. പുറമെ ദേഷ്യം കാണിച്ചെങ്കിലും വിദ്യയുടെ മനസ്സിൽ വിഷമമുണ്ടാവും. അവൾക്ക് പക്ഷേ മനസ്സിലുള്ളത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. പ്രതാപവർമ്മയും മക്കളെ ഓർക്കണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ മുത്തശ്ശി സത്യം പറയൂ? അതെന്താ അങ്ങനെ? ചോദിക്കേ. ഞാനിവിടേക്ക് വരുന്നതിന്റെ പേരിൽ എതിർപ്പ് പറഞ്ഞിരുന്നില്ലേ? ആരെതിർത്തുന്നാ? അമ്മ. എതിർത്തോന്ന് ചോദിച്ചാ വിദ്യ സമ്മതം പറഞ്ഞില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മോളെ, അതാണ് അവളുടെ സാഹചര്യം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വിദ്യയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. കാരണം നിന്റെ പെറ്റമ്മ അവള്. അവളുടെ പെറ്റമ്മയായി എനിക്കത് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ ഇത്രയും പൊടി അഴുക്കുകയൊക്കെ ഉണ്ടായിരുന്നോ? മിക്കവാറും പ്രതിഭ വന്ന് അടിച്ചു വരുന്നത് കാണാം. മതി കുട്ടി, പൊടിയടിച്ച് ജലദോഷം വരുത്തണ്ട. സാരല്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം നിനക്കല്ലേ? വീട് എപ്പോഴും വൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല. ശരിയാ മോള് പറഞ്ഞത്. സ്വന്തം എന്നൊരു വിചാരം വരുമ്പോഴാ ആ തോന്നലുണ്ടാവുക. ഉദയന്നൂർ കോവിലക സ്വന്തമാണെന്ന് നന്ദനയ്ക്ക് തോന്നലുണ്ടായി തുടങ്ങിയെന്നർത്ഥം. സന്തോഷമുണ്ട്. അതുകൊണ്ടല്ല ഞാൻ വൃത്തിയാക്കാന്ന് വിചാരിച്ചത്. അതുകൊണ്ടാവണമെന്നാ ഞാൻ പറഞ്ഞത്. അതിനല്ലേ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അമ്മേ, ഞാൻ ഇറങ്ങാം. പോകാൻ സമയായോ? ഇന്നലെ തിരുവനന്തപുരത്ത് എത്തണമെന്നാ സ്റ്റേറ്റ് കമ്മിറ്റിന്ന് വിളിച്ചു പറഞ്ഞത്. പാർട്ടി പറഞ്ഞാ പിന്നെ നീ പോകാതിരിക്കുന്ന പ്രശ്നമില്ലല്ലോ. കേട്ടോ മോളെ, നിന്റെ ഈ കുഞ്ഞമ്മയ്ക്ക് പാർട്ടിയാണോ വീടാണോ വലുതെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. അമ്മ അങ്ങനെയൊക്കെ പറയും. വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാ സത്യം. തേങ്ങ ഇന്ന് വെട്ടിക്കണം, പൂജാമുറിയിലെ ബൾബ് മാറ്റിയിടണോ മുതലായ വലിയ വലിയ വിഷയങ്ങളിൽ വിളിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോ ഞാൻ ദേഷ്യപ്പെട്ടെന്നിരിക്കും. കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പോയിട്ട് എന്നാ വരിക? കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല മോളെ. നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അത് കഴിഞ്ഞൊരു ഡൽഹി യാത്ര. പിന്നെ എന്തൊക്കെയാ ജോലികൾ പാർട്ടി ഏൽപ്പിക്കാന്ന് ചെല്ലുമ്പോഴേ അറിയുള്ളൂ. ചുരുക്കത്തിൽ അടുത്തെങ്ങും ഇങ്ങോട്ടില്ല. അല്ല, ഇടയ്ക്ക് ഞാൻ വരും. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കൂടെ ഉത്തരവാദിത്വത്തിൽ ഒരാളെ ഞാനിവിടെ എത്തിച്ചിരിക്കല്ലേ. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ട് പോണം.
ആരെങ്കിലും മുഖം കറുപ്പിച്ചാൽ അതൊന്നും വകവെക്കാൻ പോകണ്ട. അധികം ഭരിക്കാൻ വരുന്നവർക്ക് ഉചിതമായ മറുപടി കൊടുക്കാനും മടിക്കണ്ട. ആരുമായും വഴക്കുകൂടാൻ ഞാനില്ല. ഇപ്പൊ തന്നെ എന്നെ ചൊല്ലി സേതു കുഞ്ഞമ്മയും മുത്തശ്ശിയും പഴി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. നന്ദനെ ആരുമായി യുദ്ധത്തിനൊന്നും പോകുന്നില്ലല്ലോ. നീ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം. നന്ദനെ അത്രയും മനസ്സിലാക്കിയാൽ മതി. ആരെയും കുറ്റപ്പെടുത്തണ്ട. അതൊക്കെ സ്വാഭാവികല്ലേ. ഇത്രയും നാളെ ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കയറി വരുമ്പോ അംഗീകരിക്കാൻ വിഷമം ഉണ്ടാവും. നന്ദനമോളെ, നിന്റെ നല്ല മനസ്സുകൊണ്ടാ ഇങ്ങനെ മറ്റുള്ളവരെ ന്യായീകരിച്ചു പറയുന്നത്. എന്നാ അത് അവരുകൂടി മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കുമല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. ഇപ്പൊ എതിർത്ത് നിൽക്കുന്നവരൊക്കെ ഒരു സമയത്ത് നന്ദനയ്ക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെയേ സംഭവിക്കൂ. കാരണം ഈ വീട്ടിൽ ഇവക്കും കൂടി ചില അവകാശങ്ങളുണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. നമ്പർ അമ്മയുടെ കയ്യിലുണ്ട്. ഇനി വരുമ്പോ നന്ദനയ്ക്കൊരു ഫോൺ വാങ്ങിക്കൊണ്ടുവരണേ. ഇപ്പോ അമ്മയുടെ ഫോണൊന്ന് ഇവക്ക് കൊടുക്കണേ. ഞാൻ കൊടുക്കണോ? ആവശ്യത്തിന് അവൾക്കെടുത്ത് ഉപയോഗിക്കാലോ. ഫോൺ വേണോന്നില്ല എനിക്ക്. എന്ത് ചോദിച്ചാലും വേണ്ട ഇല്ല എന്ന് പറയുന്ന സ്വഭാവം ആദ്യം മാറ്റണം. ഉദിയന്നൂർ കോവിലകത്തെ കുട്ടിയാ നീ. ഭാഗീരഥി ഭായിയുടെ പേരക്കുട്ടി. വണ്ടി റെഡി ആയിട്ടുണ്ട്. ആ, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. വാ. വാ. ആരാ? കോടതി ശിവരാമന്റെ പേരിലൊരു സമൻസ് ഉണ്ട്, ഒപ്പിട്ട് വാങ്ങണം. അച്ഛൻ ഭാര്യ ഒപ്പിട്ടാലും മതി. അമ്മേ, അമ്മേ. എന്താ മനുഷ്യ? കോടതി അച്ഛന്റെ പേരിൽ എന്തോ ഒരു കവർ. എന്താ? സിവിൽ കോടതി എന്തോ സാമ്പത്തിക ഇടപാടാ. ദാ ഇവിടെ ഒപ്പിടണം. ദാ ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. ഓക്കെ, എന്നാ ശരി. ശരി. മനുഷ്യ, എന്താ നോക്ക്. എന്താടാ പ്രശ്നമാണമ്മേ. എന്താന്ന് വെച്ചാ പറ. സമൻസ് ആണ്. കെട്ടിടം പണിയാൻ കോൺട്രാക്ട് എടുത്തിട്ട് അച്ഛൻ പണി തീർത്തു കൊടുത്തില്ല. ഇപ്പോ വാങ്ങിയ പണം പലിശ സഹിതം അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ആരാ ആള്? ഒരു ചന്ദ്രൻപിള്ള. അയാളിപ്പോ കേസ് കൊടുത്തിരിക്കുക. മരിച്ചുപോയ ആളെ എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാനാ? അല്ലെങ്കിലും നിന്റെ അച്ഛൻ അങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടില്ല. ആരോടും പൈസ മേടിച്ചിട്ടില്ല. തെളിവൊന്നും ഇല്ലല്ലോ. തെളിവുണ്ടമ്മേ. എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന്. ദൈവമേ, ഈ മനുഷ്യൻ എന്തൊക്കെയാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? തുക എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടോ? 3 ലക്ഷം രൂപ അഡ്വാൻസ്. അതും പലിശയും വേണം പോലും. എന്താ അമ്മേ? മനീഷേട്ടാ, ഇന്നാ നിന്റെ അച്ഛന്റെ പേരിൽ ഒരു കേസ്. 3 ലക്ഷം രൂപയും പലിശയും കൊടുക്കണമെന്ന് നിന്റെ കയ്യിലുണ്ടോ? ശ്ശോ. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ചതി കാണിച്ചിട്ട് പോയവരങ്ങ് പോയി. അനുഭവിക്കാൻ ബാക്കിയുള്ളവരും. പണി കഴിയുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചിട്ടാ.
അല്ലാതെ ചതിച്ചതൊന്നുമല്ല. നിന്റെ ന്യായം കേക്കണ്ട. മനുഷ്യനിവിടെ തലപോയി നിൽക്കുമ്പോഴാ അവളുടെ. ശേഖരമാമയെ കണ്ട് വിവരം അറിയിക്കാം അമ്മേ. അമ്മാവൻ എന്തെങ്കിലും പരിഹാരം കാണും. അത് ശരിയാ. അല്ലെങ്കിലും അമ്മാവന്റെ കയ്യിൽ ഇവിടുത്തെ പണം ഉണ്ടല്ലോ. അച്ഛന്റെ LICയുടെ 5 ലക്ഷം രൂപ. കേസ് ഒതുക്കി തീർക്കാൻ അതിൽ നിന്ന് ആവശ്യമുള്ള പൈസ ഇങ്ങോട്ട് വാങ്ങിയ പോരെ. കേസിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണം അമ്മേ. അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ കുഴപ്പമാവും. നാശം പിടിക്കാൻ അത് ഒപ്പിട്ട് വാങ്ങണ്ടായിരുന്നു. ആ ശേഖരേട്ടനെ വിളിക്കാൻ അതേ നിവൃത്തിയുള്ളൂ. കഷ്ടകാലത്തിന് അത് ഒപ്പിട്ട് വാങ്ങാൻ തോന്നിയത്. ആളില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല സുമിത്രേ, അടുത്ത നടപടി ഉണ്ടാവും. സാരമില്ല, സിവിൽ കോടതിയിൽ നിന്നാ. അളിയൻ മാക്സിമം പണി തന്നിട്ടാ പോയിരിക്കുന്നത്. നഷ്ടപരിഹാരം പലിശയൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേസെങ്കിൽ കേസ്. അതിനുവേണ്ടി കുറെ പണം ചെലവായാലും കുഴപ്പമില്ല. അതിന് ചെലവാക്കാൻ പണം വേണ്ടേ സുമിത്രേ? 5 ലക്ഷം രൂപ ഞാൻ ശേഖരന്റെ കയ്യിൽ തന്നിട്ടുണ്ടല്ലോ, LICയുടെ പണം. അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് എടുക്കാം. അല്ലെങ്കിലും ഏട്ടനോട് ഞാൻ പൈസയുടെ കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ വരുമാനമൊന്നും ഇല്ലല്ലോ. വീട്ടു ചെലവിന്റെ കാര്യം ഇച്ചിരി കഷ്ടത്തിലാ. ആ രൂപ വാങ്ങുമ്പോൾ ബിസിനസിന്റെ ലാഭവിഹിതം തരാമെന്ന് ശേഖരേട്ടൻ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടിട്ടാ ഞാൻ 5 ലക്ഷം രൂപ തന്നത്. ഞാനിതൊന്നും മറന്നിട്ടില്ല സുമിത്രേ. സുധയാണെങ്കിൽ ദിവസവും പറയും ചിറ്റയുടെ പണത്തിന്റെ കാര്യം. ഉപകാരസ്മരണയുള്ളവളാ. കണക്ക് പറയാന്ന് വിചാരിക്കരുത്. ആ പൈസയുടെ പലിശയെങ്കിലും തരണം. എങ്കിലേ കാര്യങ്ങൾ നടന്നു പോവും. ദേ, ഇതാണ് കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള മനപ്പൊരുത്തം. ദാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യവും ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. പലിശ മാത്രമല്ല, ലാഭവിഹിതവും തന്നിരിക്കും. പക്ഷേ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ സുമിത്രേ. ഉദ്ദേശിച്ച പോലുള്ള കച്ചവടം തുണിക്കട നടക്കുന്നില്ല. എടത്തരം ടൗണിൽ നിന്ന് ഇപ്പൊ ആരും സാധനങ്ങൾ വാങ്ങാറില്ല. ഷോപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നേരെ സിറ്റിയിലോട്ട് പോവും. അവിടെ ഏതോ മാളോ മോളോ ഒക്കെ ഉണ്ടല്ലോ. ക്ഷീണം നമ്മളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർക്കാ. എന്നാലും കുറച്ച് പൈസയെങ്കിലും. ഇപ്പൊ നിവൃത്തിയില്ല സുമിത്രേ. കച്ചവടം ഒന്ന് ക്ലച്ച് പിടിച്ചോട്ടെ. ദേ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൈസ തന്നിരിക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കേ. പിന്നെ ദേ, ഈ സമൻസ് കണ്ട് നീ വരലണ്ട. ഒരു വക്കീലിനെ കണ്ട് കോടതിയിൽ ഹാജരായ മതി. ഭർത്താവ് മരിച്ചുപോയി, വലിയ ബുദ്ധിമുട്ടില്ല. പുള്ളിക്കാരനാ പൈസ വാങ്ങിയത്, നിനക്കൊന്നും അറിയില്ലെന്ന് കോടതിയിൽ അങ്ങ് പറയണം. കേസ് തീരാനേ വർഷങ്ങൾ എടുത്തോളൂ. അപ്പൊ ശരിയേ, കടയിലെ കുറച്ച് അത്യാവശ്യമുണ്ട്. ശരി. പ്രതിഭേ, പ്രതിഭേ, ആരെയും കാണുന്നില്ലല്ലോ. പ്രതിഭേ, എന്താ മുത്തശ്ശി? മഴ പെയ്യാൻ പോകുന്നു. മോളാ തുണിയൊക്കെ എടുത്തോ. ശരി മുത്തശ്ശി. ഓ, അമ്മയുടെ ബഹളം കേട്ടപ്പോ ഞാൻ വിചാരിച്ചെന്തോ സംഭവിച്ചു. ഇതെവിടെ വെക്കണ്ടേ? അകത്ത് വെച്ചാ മതി, ഞാൻ എടുത്തോളാം. ആ നന്ദനെ, ഇന്നാ ഇതെല്ലാം മുകളിലത്തെ വലതുവശത്തെ മുറിയിൽ വെച്ചാ മതി. പിടിച്ചോ, അതിങ്ങന്നേക്ക്. വലത്തുവശത്തെ റൂം അത്? അതെ, വിദ്യാടത്തിന്റെ മുറിയാ. തുണി അങ്ങോട്ട് വെക്കുന്നതിനെന്താ? എന്നാലും അത് വേണോ? സാരമില്ലെന്നേ, ചെല്ല്. ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നവരല്ലേ. ചെല്ല് നന്ദനെ.
ആരാ? കേറി വന്നോളൂ. എന്താ തുണി അതിന്? മഴ വരുന്ന കണ്ടെടുത്തതാ. അപ്പൊ അമ്മായി പറഞ്ഞു ഇവിടെ തരാൻ. ഇവിടെ വെച്ചോ. അത് ശരി. അപ്പോ മുറിയിൽ വിളിച്ചു കയറ്റാൻ തുടങ്ങിയല്ലേ? അത് ഞാൻ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന്. പക്ഷേ എന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സമ്പർക്കവും വേണ്ട. ഞാൻ സമ്മതിച്ച് തരില്ല. വിളിച്ചിട്ട് വന്നതല്ല ഞാൻ. ഈ സാരി മറ്റും നിന്നോട് ചോദിച്ചോ ഞാൻ? നിന്റെ വിശദീകരണം കേൾക്കാൻ വേണ്ട, മനസ്സിലായി? നീ വലിയ സാമർത്ഥ്യക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചായയുമായിട്ട് എന്റെ അടുത്തേക്ക് വരിക, തുണിയും മണിയുമായിട്ട് വിദ്യയുടെ അടുത്തേക്ക് വരിക. വല്യമ്മി നേതാവിനെയും വശത്താക്കി ഈ കോലോത്തും നുഴഞ്ഞു കയറി. പക്ഷേ എന്റെ കുടുംബത്തിന്റെ അതിരിനുള്ളിൽ നുഴഞ്ഞു കയറാമെന്ന വിചാരമുണ്ടെങ്കിൽ നടക്കില്ലത്. നടത്തിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഇവളോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാലേ ഇപ്പൊ പറഞ്ഞോളണം. ഇനിയൊരു സംസാരം ഇവളുമായിട്ടുണ്ടാകരുത്. അത് കഴിയുന്നത് വരെ ഞാൻ അപ്പുറത്തിരിക്കാം. ഇങ്ങോട്ട് പിന്നെ കയറണോ വേണ്ടയോ എന്ന് പിന്നെ ഞാൻ തീരുമാനിക്കും. മനസ്സിലായോടി? നിക്കേ ചേട്ടാ, എന്റെ മനസ്സമാധാനം നശിപ്പിക്കാൻ വേണ്ടി വന്നതാണോ നീ? മനഃപൂർവ്വമല്ല. അമ്മായി പറഞ്ഞപ്പോ. നിർത്ത. ഒരമ്മായി ഒരമ്മൂമ്മയും. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. ഒരു ഉപകാരം ചെയ്യണം. നിവൃത്തിയുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരരുത്.